മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കോൺഗ്രസിൻ്റെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടാണ്. നാളത്തെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ എന്ത് നടക്കുമെന്നത് നിർണായകമാണ്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ പുറത്തിറക്കാൻ കഴിയുന്നത് നിലവിലുള്ള സിറ്റിംഗ് സീറ്റുകൾ, നിലവിലുള്ള MLA മാർ അവർക്ക് വീണ്ടും സീറ്റ് അനുവദിക്കുക എന്ന ആലോചനയായിരിക്കാം. ഡാൻ കുര്യൻ ഒരുപക്ഷെ വിശദാംശങ്ങൾ പൂർണ്ണമായും പങ്കുവയ്ക്കും. ഡാൻ, ഗുഡ് മോർണിംഗ് ഡാൻ. എന്തായാലും ഈ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ നാളെ ഈ അന്തിമ പട്ടികയ്ക്ക് ആദ്യഘട്ട പട്ടികയ്ക്ക് ഒരു അന്തിമ രൂപം എന്ന് പറയുമ്പോൾ നിലവിലുള്ള സിറ്റിംഗ് MLA മാർക്കെല്ലാം സീറ്റ് അനുവദിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ഒഴിച്ചു നിർത്തുന്നു, തൃപ്പൂണിത്തുറയും മാറ്റി നിർത്തുന്നു. അതിനപ്പുറം ആ ഒരു പ്രഖ്യാപനമാണോ നാളെ നടത്താൻ പോകുന്നത്? മറ്റെന്തെങ്കിലും മാറ്റങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ ഇടങ്ങളിലേക്കുള്ള ഒരു പ്രഖ്യാപനത്തിന് സാധ്യതയുണ്ടോ? 20 സിറ്റിംഗ് MLA മാർക്ക് പുറമെ 25ഓളം മറ്റ് മണ്ഡലങ്ങളിൽ, അതായത് സംവരണ മണ്ഡലങ്ങളിലെയും അതോടൊപ്പം വനിതകളെ സ്ഥാനാർത്ഥികളായി അവതരിപ്പിക്കുന്ന മണ്ഡലങ്ങളിലെയും തർക്കങ്ങളില്ലാതെ പ്രമുഖ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഏതാനും മണ്ഡലങ്ങളിലെയും പട്ടികയാകും ആദ്യഘട്ടത്തിൽ പുറത്തു വരികയെന്നാണ് വിവരം. അങ്ങനെയാണ് 40 മുതൽ 45 പേരുടെ ഒരു സ്ഥാനാർത്ഥിത്വം ഉറപ്പാക്കുന്ന പട്ടിക ആദ്യഘട്ടത്തിൽ പുറത്തു വരുമെന്നുള്ള സൂചനകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സ്ക്രീനിംഗ് കമ്മിറ്റി യോഗമാണ് മധുസൂദൻ മിസ്ട്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ AICC ആസ്ഥാനത്ത് വെച്ച് അടുത്ത ദിവസം ചേരുന്നത്. അതിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട യോഗമെന്ന് തന്നെ വിലയിരുത്തണം. ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകളനുസരിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു വിഭാഗം പെട്ടെന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തേണ്ടതുണ്ടോ എന്നൊരു ആശങ്ക പങ്കുവെക്കുന്നുണ്ട്. അതായത് BJP അടക്കം അവസരം കാത്തിരിക്കുകയാണ്. നമുക്കറിയാം ഓരോ മണ്ഡലങ്ങൾക്ക് വേണ്ടിയും ജയസാധ്യത ഏറെ പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഓരോ മണ്ഡലങ്ങൾക്ക് വേണ്ടിയും സ്ഥാനാർത്ഥിയാകാൻ അവകാശവാദം ഉന്നയിച്ച് പല നേതാക്കളും രംഗത്തെത്തുന്ന സാഹചര്യമുണ്ട്. അവിടെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ട് നിരാശരാകുന്ന ആളുകളെ ചാക്കിട്ട് പിടിക്കാനുള്ള നീക്കം എതിർ രാഷ്ട്രീയ ചേരികളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അത് തെരഞ്ഞെടുപ്പിൻ്റെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു മുഴം മുമ്പേ പോകാൻ കഴിഞ്ഞു എന്നതിൻ്റെ ശോഭ കെടുത്തുമോ അത്തരം നീക്കങ്ങൾ എന്നൊക്കെയുള്ള ആശങ്കകൾ നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടെ മാത്രമേ ഈ പ്രഖ്യാപനം ഉണ്ടാകുകയുള്ളൂ. ഒന്നുകിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം വരുന്നതിന് പിന്നാലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനാണ് സാധ്യത. നേരത്തെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം എപ്പോൾ വേണമെങ്കിലും പ്രഖ്യാപിക്കാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അവിടെ ഒരുപക്ഷെ ഒരാഴ്ചത്തെ സാവകാശം കൂടി എടുത്തേക്കാം. പട്ടിക ഏറെക്കുറെ അന്തിമ രൂപം അതിന് നൽകിയ സ്ഥിതിയിൽ തന്നെയാണ്. ഏതാണ്ട് 45 പേര് വരെ അടങ്ങുന്ന ഒരു പട്ടികയായിരിക്കുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം അതിലൊരു എഡ്ജ് നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലേതിന് സമാനമായി നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുക. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന യാത്ര തലസ്ഥാനത്ത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പങ്കെടുക്കുന്ന വിപുലമായ പരിപാടിയോടെയാണ് അവസാനിക്കുന്നത്. അതിനുശേഷം അടുത്ത ഘട്ടം കൂടി പ്രഖ്യാപിക്കാനുള്ള ചർച്ചകളാണ് നടക്കുന്നത്. പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങളുടെ കാര്യത്തിൽ ഇപ്പോഴും തർക്കങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം കൂടി വിശദമായ ചർച്ചകൾക്ക് ശേഷം മാത്രമായിരിക്കും കൃത്യമായൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുക. ഡാൻ സൂചിപ്പിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് നേരത്തെ പട്ടിക പുറത്തിറക്കിയാലും ഒരു വെല്ലുവിളിയുണ്ട്. കാരണം ഒന്ന് അസംതൃപ്തർ, സീറ്റ് കിട്ടാത്തവർ പറയുന്ന ഡാൻ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം എതിർചേരി ഈ സ്ഥാനാർത്ഥി പട്ടിക മുന്നിൽ കണ്ട് സ്ട്രാറ്റജി പ്ലാൻ ചെയ്യാൻ അവർക്കൊരു അവസരം തുറന്നു കൊടുക്കലാകും. അതുകൊണ്ട് കരുതലോടെ മതി. ഒരുപക്ഷെ ഈ പ്രഖ്യാപനത്തിന് ഒപ്പമോ അതിനുശേഷമോ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനൊപ്പമോ അതിനുശേഷമോ അപ്പോഴേ മാത്രമേ നമുക്കിത് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ അല്ലേ? അതായത് ഇങ്ങനെയൊരു പുനർവിചിന്തനത്തിലേക്ക് നേതൃത്വത്തെ നയിച്ചിരിക്കുന്നത് ഇന്നലെ നമ്മൾ കണ്ടതാണ്. കൊട്ടാരക്കരയിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന വനിതാ സ്ഥാനാർത്ഥിയായിരുന്നയാൾ ഇന്നലെ വളരെ അപ്രതീക്ഷിതമായി BJP ആസ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ സാന്നിധ്യത്തിൽ BJPയിൽ അംഗത്വമെടുക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ അവരെ സ്ഥാനാർത്ഥിയാക്കും, അവർ മത്സരരംഗത്തുണ്ടാകുമെന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം. അതുമായി ബന്ധപ്പെട്ടത് പെട്ടെന്നുണ്ടായ ഒരു സാഹചര്യമല്ല. ഇത്തരം അഭ്യൂഹം അവർ ഒരുപക്ഷെ BJP പാളയത്തിലേക്ക് ചേക്കേറിയേക്കുമെന്നുള്ള സൂചനകൾ ആഴ്ചകൾക്ക് മുമ്പേ പുറത്തു വരാൻ തുടങ്ങിയതാണ്. അതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണാം. പക്ഷേ അതിനപ്പുറത്തേക്ക് അത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ കൂടുതലായി ആവർത്തിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഒരു മൂർധന്യത്തിൽ അത് എതിർ രാഷ്ട്രീയ ചേരികൾക്ക് ആയുധം കയ്യിൽ കൊടുക്കുന്നതിന് തുല്യമാകും. അങ്ങനെ ഒരു സാഹചര്യത്തിന് അവസരം കൊടുക്കേണ്ടതില്ല. അതുകൊണ്ട് വളരെ സാവധാനം മാത്രം മതി. ഒരുക്കങ്ങളൊക്കെ എല്ലായിടത്തും നടക്കട്ടെ. കൃത്യമായി ആരാണോ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നത് അവർക്ക് അനൗദ്യോഗികമായ വിവരം കൈമാറുക കൂടി ചെയ്ത് അവർ ആ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു കൊള്ളട്ടെ. പരസ്യമായ പ്രഖ്യാപനം പെട്ടെന്ന് വേണ്ട. അത് കൃത്യമായി ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം മാത്രം മതി എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതിൻ്റെ കാരണം
ഈ എതിർ രാഷ്ട്രീയ ചേരികളുടെ തന്ത്രങ്ങൾ കൂടി അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. കാരണം BJP നമുക്കറിയാം പരമാവധി കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ അല്ലെങ്കിൽ അവർക്കിടയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കി അതിൽ നിന്ന് പ്രധാനപ്പെട്ട നേതാക്കളെ BJP പാളയത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള സൂചന കോൺഗ്രസ് നേതൃത്വത്തിന് നേരത്തെ മുതലുണ്ട്. അത്തരം നീക്കങ്ങളെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ BJPയുടെ ഭാഗമായിരിക്കുന്ന കൊട്ടാരക്കരയിലെ കഴിഞ്ഞ തവണത്തെ UDF സ്ഥാനാർത്ഥി. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഒരു തിടുക്കത്തിലുള്ള എടുത്തുചാട്ടം അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്ന വിലയിരുത്തൽ മുതിർന്ന നേതാക്കൾക്കുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് ശേഷം മാത്രം സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പ്രഖ്യാപിച്ചാൽ മതി എന്ന നിലപാടിൽ ഒരു വിഭാഗം നേതാക്കൾ ഉറച്ചു നിൽക്കുന്നത്. അതായത് സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് എന്ന കാര്യം അവരോട് അനൗദ്യോഗികമായി നേതൃത്വം തന്നെ സംസാരിച്ചു കഴിയും. തെരഞ്ഞെടുപ്പിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങളുമായി അവർ മുമ്പോട്ട് തന്നെ പൊക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ പരസ്യ പ്രഖ്യാപനത്തിലേക്ക് പോയി അത് കൂടുതൽ ആളുകളെ നിരാശപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തർക്കങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഈ തീയതി പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രം സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചാൽ മതി എന്നൊരു തീരുമാനം ഒരുപക്ഷെ നടപ്പിലാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും തിരക്കിട്ട ചർച്ചകളാണ് ഡൽഹിയിൽ നടക്കുന്നത്. നാളെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ ഒരു ഫൈനലൈസേഷൻ ഉണ്ടായേക്കാം. നിലവിലുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തിയുള്ള നീക്കം ഉണ്ടാവും. പക്ഷേ ഒരു പ്രഖ്യാപനത്തിലേക്കൊന്നും ഉടനെ പോവില്ല. അതിൻ്റെ പ്രതിസന്ധി എന്നതെന്നാണ് ഡാൻ സൂചിപ്പിച്ച ഒരു കാര്യം. ഇനി ലീഗിൻ്റെ ആലോചനകളിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി കടന്നു വന്നേക്കാം. അതുകൂടി നമുക്ക് പരിശോധിക്കാം. ഈ അനുമോദ്, ലീഗിന് കഴിഞ്ഞ തവണ മത്സരിച്ച എല്ലാ സീറ്റുകളും നൽകും, അത് ധാരണയായിട്ടുണ്ട്. ഇനി ലീഗിലേക്ക് വന്നാൽ അവരുടെ ടേം വ്യവസ്ഥ പോലെയുള്ള ചില ആലോചനകൾ ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നു. ചില ഇളവ് നൽകാൻ സാധ്യതയുള്ള മുഖങ്ങളും പേരുകളും നമ്മൾ നേരത്തെ പരാമർശിച്ചു പോയതുമാണ്. എന്തായാലും ഈ ടേം വ്യവസ്ഥ കൃത്യമാക്കാൻ തന്നെയാണോ ആലോചന? അങ്ങനെയെങ്കിൽ സ്ഥാനാർത്ഥി നിർണയം ലീഗിനൊരു വെല്ലുവിളി ഉണ്ടാക്കുമോ? എന്താണ് അവരുടെ ആലോചന? സജിത്ത്, ടേം വ്യവസ്ഥ കർശനമാക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിലും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിട്ടുവീഴ്ച ചെയ്തിരുന്നു ടേം വ്യവസ്ഥയിൽ. അതിനേക്കാൾ കുറച്ചുകൂടി ഗൗരവത്തിൽ തന്നെയാണ് ഈ ഒരു വിഷയത്തെ നിയമസഭയിലേക്ക് എത്തുമ്പോൾ അവർ കാണുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ഘട്ടത്തിൽ ഓരോ സീറ്റും പ്രധാനമാണെന്നിരിക്കെ അവിടെ സ്ഥാനാർത്ഥിയുടെ വ്യക്തിഗത മികവ് വലിയ ഒരു ഘടകമായിട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് പല സീറ്റുകളിലും സ്ഥാനാർത്ഥിയെ മാറ്റിയാൽ വിജയിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടെന്ന് ലീഗ് നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. അങ്ങനെ കണക്കാക്കുമ്പോൾ ടേം വ്യവസ്ഥ അത്ര വലിയ തോതിൽ തന്നെ ബാധകമാക്കുമോ എന്ന കാര്യത്തിൽ പൂർണ്ണമായിട്ടും ഉണ്ടാകില്ല എന്ന തരത്തിൽ തന്നെ ഇവിടെ നമുക്ക് വിലയിരുത്തുവാൻ. നമ്മൾ അന്ന് ചർച്ച ചെയ്തതുപോലെ പ്രധാനപ്പെട്ട നേതാക്കൾ PK കുഞ്ഞാലിക്കുട്ടി, MK മുനീറും മത്സരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവരെ സംബന്ധിച്ച് ടേം വ്യവസ്ഥ ബാധകമാകുന്ന ഒരു സാഹചര്യമല്ല. അതിനപ്പുറം N ഷംസുദ്ദീൻ, അതേപോലെ PK ബഷീർ, മഞ്ഞളാംകുഴി അലി തുടങ്ങിയ പേരുകൾ ഈ ഒരു ഘട്ടത്തിൽ പ്രധാനമായിട്ടും ടേം വ്യവസ്ഥ അവർക്ക് ബാധിക്കില്ല എന്ന തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ KPA മജീദിനെ പോലെ മുതിർന്ന നേതാക്കൾ, അദ്ദേഹം ഏറെക്കാലത്തിന് ശേഷമാണ് കഴിഞ്ഞ തവണ തിരുവനങ്കാടി മത്സരിച്ച് MLA ആയത്. അദ്ദേഹത്തിനെ പോലെയുള്ളവർക്ക് കൂടി ഇത്തവണ അവസരം കൊടുക്കുമോ, അതോ അവർക്ക് ഇത്തവണ ഈ ടേം വ്യവസ്ഥയുടെ ഭാഗമായിട്ട് മാറി നിൽക്കേണ്ടി വരുമോ എന്നുള്ളതാണ് അറിയാനുള്ള കാര്യം. മറ്റ് പേരുകളിലേക്ക് ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം സീറ്റുകളുടെ കാര്യത്തിൽ ധാരണയായിട്ട് സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് ലീഗ് നേതൃത്വം കടക്കൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.